ആരാണ് ബോധിധർമ്മൻ എന്നതിനെക്കുറിച്ച് അറിയാം. ഇന്ത്യയിൽ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ബുദ്ധ സന്യാസിയായിരുന്നു ബോധിധർമ്മൻ. ദക്ഷിണ ഇന്ത്യയിലെ ഒരു രാജകുമാരനായിരുന്നു അദ്ദേഹം എന്നാണ് പ്രധാനമായി വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ബുദ്ധ മതത്തിന്റെ ഉന്നതമായ അറിവ് നേടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. തന്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ബുദ്ധ മതത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ അദ്ദേഹം കടൽ കടന്ന് ചൈനയിലേക്ക് യാത്രയായി. ചൈനയിലെത്തിയ അദ്ദേഹം അവിടെയുള്ള ഷാവോലിൻ എന്ന വലിയ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവിടുത്തെ ക്ഷേത്രത്തിലെ സന്യാസിമാർ വളരെ ദുർബലരും സ്ഥിരം രോഗികളുമായിരുന്നു. അവർക്ക് ശരിയായ രീതിയിൽ ധ്യാനം ചെയ്യാനോ കഠിനമായ നിയമങ്ങൾ പാലിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഇത് കണ്ട ബോധിധർമ്മൻ സന്യാസിമാരെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. തുടർന്ന് അദ്ദേഹം ഗുഹയിൽ പോയി 9 വർഷത്തോളം ധ്യാനത്തിലിരുന്നു. ഗുഹയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം സന്യാസിമാർക്ക് വേണ്ടി അദ്ദേഹം പുതിയ ശാരീരിക വ്യായാമങ്ങളും ആയോധന മുറകളും പഠിപ്പിച്ചു. ഈ പരിശീലനങ്ങളാണ് പിന്നീട് കുംഫു എന്ന പേരിൽ ലോകം മുഴുവൻ അറിയപ്പെട്ടത്. ബോധിധർമ്മന്റെ ഈ ആയോധന വിദ്യയും കഠിനമായ ധ്യാനവും കാരണം ഷാവോലിൻ സന്യാസിമാർ ലോകത്തിലെ ഏറ്റവും ശക്തരായ പോരാളികളും ധ്യാനികളുമായി മാറി. സെൻ ബുദ്ധിസത്തിന്റെ സ്ഥാപകനായിട്ടാണ് ബോധിധർമ്മനെ ചൈനക്കാർ കണക്കാക്കുന്നത്.